ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെയ്യാൻ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, അതാണ് മെയിൻ സാധനം. അപ്പോൾ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയറിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ 1 മണിക്കാണ് ക്ലാസ്, ഒരു 3 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂണിവേഴ്സിറ്റിയും ജസ്റ്റ് ഒരു ക്ലാസ്സും ഇതൊക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ വാ ഗൈസ്, നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഒരുങ്ങി ഇറങ്ങിയൊക്കെയാണ്. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം. ഞാൻ പുതിയ പോകണമെന്ന് ഇവിടുന്ന് നേരെ ബാങ്കിൽ പോകും. ബാങ്കിൽ നിന്ന് നേരെ ഹൈബാർണറ്റ് പോവും. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ബസ് പിടിച്ച് നേരെ യൂണി. അപ്പോൾ വാ, നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. നമ്മൾ ബാക്കിലത്തെ കമ്പാർട്ട്മെന്റിലോട്ട് ഇരിക്കണം. വ്യൂ നോക്കിയ ഗൈസ്, അടിപൊളിയല്ലേ ട്രെയിൻ നമ്മൾ വലിച്ചുകൊണ്ട് പോകാം. ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത് സ്വിച്ചും ബട്ടറൊന്നും അല്ല, അതൊക്കെ ചുമ്മാ പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറേ സ്റ്റിക്കർ ഒട്ടി ചോദിച്ചേക്കണം. ഞാൻ പൊതുവെ ഇരിക്കുന്നത് ഒന്നല്ല ബാക്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അടക്കൊക്കെ ഇരുന്ന് ഞാൻ അങ്ങനെ പോകുമ്പോൾ നോക്കിയിരിക്കുന്നത് അതൊക്കെ ഭയങ്കര വിയറാണ്. ഇതിപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിലായിട്ട് കയറിയിട്ടുണ്ട്. അതായത് ബാങ്കിൻ്റെ ഉള്ളിലായിട്ട് കയറണം. നമ്മൾ ഓവർഗ്രൗണ്ട് ആണ്. ഇനി ബാങ്കിൽ കയറിയിട്ട് വേണം പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഈ ബാങ്ക് മോണുമെന്റ് അങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടും. ഇപ്പോൾ സെൻട്രൽ ലണ്ടനിലൊരു ജംഗ്ഷൻ പോലത്തെ ഒരു സംഭവമാണ്. ഈ പ്ലാറ്റ്ഫോമിലെല്ലാം മിക്ക ട്രെയിനുകളും എല്ലാം ഉണ്ട്. അപ്പം അവിടെ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്ത് പോകാനായിട്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ DLR-ലാട്ടോ ഗൈസ് കയറി. DLR കയറിയിട്ട് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നോർത്തേൺ ലൈൻ പിടിച്ച് നേരെ ഹൈബാർണറ്റ്. അങ്ങനെ നമ്മളിത് ഇവിടെ ഇറങ്ങി ഗൈസില്ലേ. വേ ഔട്ടിൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങളങ്ങനെ വഴിയേറ്റി പോകത്തൊന്നുമില്ല. എല്ലാ പരിപാടികളും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോർത്തേൺ ലൈനാണ് പിടിക്കുന്നത്. അതിൻ്റെ ആരോഗ്യം കൊടുത്തിട്ടുണ്ട് നേരെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ പോകാം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടത്. എല്ലാവരും റൈറ്റ് സൈഡിലാണ് പിടിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് അവർ എപ്പോഴും ഒഴിവാക്കിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുത് പിടിച്ച് പോകുന്നവർക്ക് ഈ സൈഡിൽ കൂടെ ഞാൻ കയറിപ്പോൾ, അല്ലാത്തൊരു പയ്യെ പോകുന്നവർക്ക് ഇപ്പുറത്തെ സൈഡിലാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന റൈറ്റ് സൈഡിലാട്ടോ നോർത്തേൺ ലൈനുള്ള ഇല്ല, കണ്ടല്ലേ നോർത്ത് ബൗണ്ട്, അത് ആ സൈഡിലാണ്. ഇവിടെ പൊതുവെ ഞാൻ കണ്ടുവന്നുണ്ടെങ്കിൽ വെസ്റ്റും ഉണ്ട് ഈസ്റ്റും ഉണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കണം. അവിടെയും ഈ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെ പോകേണ്ടത്. അപ്പോൾ അതോർത്ത് പഠിക്കണം. അല്ലാത്ത പക്ഷേ നിങ്ങളുടെ മാപ്പൊക്കെ ഇല്ലേ നോക്കുക. ഇത് നമ്മുടെ ഹൈബാർണറ്റ് ഇതേ ഇപ്പോൾ വരുന്നതാണ് കൊടുത്തേക്കണം. ഇല്ലേ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഹൈബാർണറ്റ് ഡയറക്റ്റ് കിട്ടും. ചില സമയത്ത് ഇവിടെ നിന്ന് ഡയറക്റ്റ് കാണത്തില്ല. നമ്മൾ മറ്റേ ക്യാംപ്ടൺ ടൗണിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ സ്വിച്ച് ചെയ്യണം. അപ്പോൾ പൊതുവേ ചില സമയത്ത് ഇവിടെ എഡ്ജ്വെയർ ആയിരിക്കും കാണുന്നത്. എഡ്ജ്വെയറിൽ നിന്നും കിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി ബസ്. ഇതാണ് ഒന്നും കൂടി സുഖം. എഡ്ജ്വെയറിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ ബസ്സിൽ ഇരിക്കേണ്ടി വരും. അതാണൊരു പ്രശ്നം. അല്ലാത്ത പക്ഷേ ഇത് തന്നെ ഗൈസ് നല്ലത്. എന്ന് വെച്ചാൽ നേരെ ക്യാംപ്ടണിൽ പോവുക, അവിടെ നിന്ന് സ്വിച്ച് ചെയ്യുക. അത് ഹൈബാർണറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം ഹൈബാർണറ്റ് കിട്ടിയാൽ നേരെ ഇറങ്ങുക, പിന്നെ ബസ് കയറി നേരെ വിടുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അതാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇത് ഇപ്പുറത്തിരിക്കുന്ന പുള്ളി പേപ്പർ വായിക്കുന്നില്ല. അവിടെ അമ്മച്ചി എന്താണ്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ. ഇത് ട്രെയിൻ പൊതുവേ ഭയങ്കര സൈലൻ്റ് ആണ്. നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉച്ചവും ബഹളമൊന്നുമില്ല. ആകെ ബഹളമുള്ളതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ പോണ ആ റൂട്ട്, ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ ബഹളമാണ്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അവർ വേണമെങ്കിൽ വല്ല ഹെഡ്സെറ്റും വെക്കുക. ഇത് പിന്നെ ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ, ഹൈബാർണറ്റ് കണ്ടില്ല, അത് ലാസ്റ്റത്തെ സ്റ്റോപ്പാണ്. നമ്മളിത് ട്രെയിനിലാണ്. ഏകദേശം 1 ഹവറിൻ്റെ അടുത്ത് ട്രാവലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് എൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 20 മിനിറ്റ് ബാങ്കിലോട്ടുണ്ട്. അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ഇവിടം വരെ ഒരു 40 മിനിറ്റ്. അപ്പോൾ ഏകദേശം ഒരു 1 ഹവറിൻ്റെ അടുത്ത് ട്രാവലുണ്ട്. അപ്പോൾ ഈ ഹൈബാർണറ്റിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് വാക്ക് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിട്ട് ബസ്സിൽ തന്നെ ഒരു 20 മിനിറ്റ് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ റൂട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ചിലർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറിന് പൊക്കത്ത് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ സിറ്റി മാപ്പറൊന്നും നോക്കാണ്ടാവില്ല. ഈ സിറ്റി മാപ്പിൽ കറക്റ്റ് ബസ്സൊക്കെ എപ്പോഴാണെന്നുള്ള കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ സിറ്റി മാപ്പൊക്കെ നോക്കിയിട്ട് വരാൻ നോക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വരിക. ഇനി ഞാനിവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നമ്മൾ പുറത്തേട്ട് കയറണം. അങ്ങനെ നമ്മളിത് ടാപ്പ് ചെയ്ത് ഇറങ്ങും കേട്ടോ. ഇത് മറക്കരുത്, നമ്മൾ ടാപ്പ് ചെയ്തിട്ട് വേണം കയറാൻ, ടാപ്പ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ടാപ്പ് ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ചാർജ് പിടിക്കും. അത് 8 പൗണ്ടൊക്കെ ആയിരിക്കും ഒറ്റയടിക്ക് പിടിക്കണം. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമിൽ വേറെ റേറ്റാണ്. പീക്ക് ടൈമിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്, ഓഫ് പീക്ക് ടൈമിൽ കുറച്ച് റേറ്റ് കുറവാണ്. അത് ഇവിടെ ലണ്ടനിൽ ട്രാവൽ ചെയ്യുമ്പോൾ പഠിച്ചോളൂ. എങ്ങനെയാണെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ കൂടുതൽ കയ്യിൽ നിന്ന് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിത് ട്യൂബൊക്കെ ഇറങ്ങി നേരെ നടക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഹൈബാർണറ്റിൽ ഇറങ്ങി ഇനി യൂണിയൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം. അവിടെ നിന്ന് 614 എന്ന് പറഞ്ഞ ഒരു പർപ്പിൾ കളർ യൂണിവേഴ്സിറ്റി ബസ്സിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വാക്കുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഓട്ടം തുടങ്ങി കേട്ടോ ഗൈസ്. അതാണ് ഈ ഇലയൊക്കെ ഈ ചുവന്ന കളർ ഇരിക്കണത്.
സാധാരണ ഇത് പച്ച കളറാണ്. ഇനി ഈ ചുവന്ന കളർ വരുന്ന ഇതെല്ലാം ഇങ്ങനെ താഴെ വീഴും ഗൈസ്, കണ്ടില്ലേ? അപ്പോഴാണ് നിറച്ച് ഇവിടെ ഇങ്ങനെ ഒതിഞ്ഞു കിടക്കുന്ന രീതിക്ക് ഇല വീഴണം. എന്താല്ലേ? ഇല്ല, അവിടെ കാണുന്നത് ഒരു ചർച്ചാട്ടോ ഗൈസ്. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഒരു റൗണ്ട് ബോട്ട് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ലെഫ്റ്റ് റൈറ്റിലോട്ടൊക്കെ റൂട്ടുണ്ട്. പക്ഷേ ആ ചർച്ച് സംരക്ഷിച്ചിട്ടാണ് ഇതെന്നാ റോഡ് പണിതേക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇടിച്ച് പൊളിച്ച് എൻ്റെ നടുക്കൂടി ഹൈവേ പണി. എന്തായാലേ, അതാണ് ഇവർ പഴയ സാധനങ്ങളാണെങ്കിലും അവർ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് പഴയ രീതിക്ക് തന്നെയുള്ളൊരു തോമിൽ തന്നെയാണ് അവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു കൗൺസിലിന് ഇന്ന മോഡലിലെ പണിയാൻ പറ്റുള്ളൂ എന്നൊരു ഇതുണ്ട്. ആ കൺസെപ്റ്റ് അല്ലാണ്ട് നമ്മൾ പണിയണമെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അത് ഇങ്ങനെ ഈ ഔട്ടർ സൈഡിലൊക്കെ വന്നാൽ മാത്രമായിരിക്കും പണിയാൻ പറ്റണം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ലണ്ടൻ സൈഡിലാണ്. അപ്പോൾ ലണ്ടനിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒരേപോലെ തന്നെയായിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ തന്നെ ആ ഏരിയയിൽ ഫുൾ ഒരേ ഷേപ്പിലുള്ള വീടായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ മാത്രമാണ് ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ലണ്ടൻ സൈഡിലായിട്ട് പോയി കഴിഞ്ഞാൽ അധികം ഇങ്ങനെ മരങ്ങളൊന്നും കാണാൻ പറ്റിയല്ല. അവിടെ കൂടുതലും ബിൽഡിങ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ബോർഡറാണ്, ലണ്ടൻ്റെ ബോർഡർ. അതായത് സോൺ 6 ആണ്. ഈ ലണ്ടൻ തന്നെ 6 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 1, 2, 3, 4, 5, 6 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡറിൽ വന്നിട്ട് വേണം നമുക്ക് ബസ് പിടിച്ച് നേരെ യൂണിയിൽ പോയാൽ. വാ, ഞങ്ങൾക്ക് ബസ് പിടിക്കണം. ഞാൻ കാണിച്ചത് വാ, ചുമന്നല്ല. ഇവിടെ നല്ല സൈലൻ്റ് ആട്ടോ ഗൈസ്. നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റേ ലണ്ടൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം അവിടെ കാണണം കേട്ടോ ബസ് സ്റ്റോപ്പ്. അയ്യോ ഗൈസ്, ദേ ബസ് വന്നു. ഈ 2 മിനിറ്റ് കൂടി വൈകാറുന്ന തേങ്ങേനെ കണ്ടില്ല. ഇപ്പം ഞാൻ വന്നപ്പോൾ കറക്റ്റ് സമയത്ത് ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി വന്നാൽ മതി, ബസ് കിട്ടുക കറക്റ്റ് സമയത്തിന്. അല്ലാണ്ട് ഇവിടെ വന്ന് നിന്ന് പിന്നെയും സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പർപ്പിൾ കളർ ബസ്സാട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയായിട്ട് പോകണം. ഇത് നോക്കി കയറിയാൽ മതി. ഇവിടെ വേറെ കളറുള്ള ബസ്സൊക്കെ ഉണ്ട്. മറ്റേ റെഡ് എന്ന് പറഞ്ഞാൽ ലണ്ടൻ ബേസ്ഡ് ആണ്. പിന്നെ ഇവിടെ പിന്നെ പച്ച, നീല അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പൊതുവെ ഞാൻ കണ്ടെങ്കിൽ കുറച്ചും കൂടി ബസ് ചാർജ് കൂടുതൽ ഔട്ടർ സൈഡിൽ. അതായത് ലണ്ടനിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന 1.75 ഒക്കെ ആവുന്നത്. പക്ഷേ ഈ ഔട്ടർ സൈഡിൽ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 3 പൗണ്ടോളം മഞ്ഞുണ്ട്. അത് ഈ ഇയറാണ് 3 ആയത്. ഞാൻ വന്നപ്പോൾ 2 പൗണ്ട് ഉള്ളായിരുന്നു. അതിന് മുന്നേ 1 ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ചില ബസ്സിൽ 4 പൗണ്ടൊക്കെ മേടിക്കണ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ലണ്ടനിലാണെങ്കിൽ 1.75 ഉള്ളൂ. അതാണ് ആ ഒരു ഗുണം. അതും 2 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ആ ഒരു 2 മണിക്കൂറിനിടെ നമ്മൾ എത്ര മാറി കയറിയാലും ആ ഒരു എമൗണ്ട് തന്നെ കാർഡിൽ നിന്ന് വലിക്കത്തുള്ളൂ. പിന്നെ വേറൊരു ഗുണം ഈ ബസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്യാഷ് കൊടുക്കാൻ പറ്റും. മറ്റവിടെ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, കാർഡ് തന്നെ വെക്കണം. എന്താ പറയുക. പിന്നെ നമുക്ക് ഇവിടുന്ന് 20 മിനിറ്റ് ട്രാവൽ ഉണ്ട്. ഞാൻ പറയാം, ഇത് ഔട്ടർ സൈഡ്. അതാണ് ഞങ്ങൾ ഈ പാടവും കുറേ മലകൾ, കുറേ കാടൊക്കെ കാണുന്നത്. പക്ഷേ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ മെയിനായിട്ട് ഹൈവേ കൂടിയാണ് പോകുന്നത്. ഞാനിത് പൊതുവെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പാർട്ട് ടൈം ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കണവരോട് ഇതേ കണ്ടില്ലേ. ഇവിടെ പാർട്ട് ടൈം ഇരിക്കാൻ ഇത് മൊത്തം കാടാണ് ഗൈസ്. അതിൻ്റെ നടുക്കൂടിയാണ് ഹൈവേ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ സിറ്റി സൈഡിൽ പോയി താമസിച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ മരങ്ങളുടെയൊക്കെ കളർ കണ്ടോ ഗൈസ്. ഇതിപ്പോൾ ഓട്ടം സീസൺ ആയതുകൊണ്ടാട്ടെ ഈ പഴുത്ത് ഇലയൊക്കെ വീണ് ഇന്ന് മൊത്തവും വെറും കമ്പ് മാത്രമാകും. അപ്പോഴാണ് മറ്റേ വിൻ്ററിൻ്റെ ഒരു പക്കാ ടൈം ആവണം. പിന്നെ വിൻ്റർ ഡേയ്സ് പറയുകയാണെങ്കിൽ വിൻ്റർ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ വിൻ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ളതാണ്. നാട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തണുപ്പുള്ള രാജ്യമല്ലേ. പക്ഷേ അന്യായമാണ് തണുപ്പ്. ഇപ്പം തന്നെ തണുപ്പ് തുടങ്ങി. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി. ഇതേ നമ്മുടെ യൂണിവേഴ്സിറ്റി എത്തി. ഞാൻ പറഞ്ഞില്ല 20 മിനിറ്റേ ഉള്ളൂ ബസ്സിൽ ഇവിടെ നിന്നാണ്. അതാണ് എനിക്ക് ബസ്സിലിരിക്കണതാണ് ഒട്ടും ഇഷ്ടമല്ലാത്തത്. നാളെ ട്യൂബിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ബസ് ഈ കുലുങ്ങി പിടിഞ്ഞ് അതാണ്. വേറെ സ്ഥലത്ത് നിന്നൊക്കെ ആണെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ട വരും. അപ്പോൾ നമ്മളിത് കാണുന്നതാണ് ഫോറം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ക്ലാസ് എന്ന് വെച്ചേക്കണേ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്യാമ്പസ് ഉണ്ട്, DFLൻ്റെ. അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഇതിൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസ് ഇതൊക്കെ കാണണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഇപ്പോൾ ഉച്ച ആയത് കാരണം തന്നെ ഞാൻ ഓർത്ത് വന്നു. പിന്നെ കഴിച്ചിട്ട് കാരണമായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരം ഇരിക്കേണ്ടതല്ലേ. അത് കാരണം ഞാൻ പൊതുവെ എടുക്കുന്ന ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോരണമായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇത്ര ഫണ്ട് വെറുതെ കൊടുക്കണ്ടല്ലോ. ഞാൻ ഒരു ബർഗർ കൊടുത്ത് പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ലോലിപോപ്പ് പോലത്തെ സാധനം എടുത്തു. പക്ഷേ ഇതിവിടെ ഫ്രിഡ്ജ് വേണം കേട്ടോ. മിക്കതും എങ്ങനെ ആയിരിക്കും നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കണം. ഇവിടെ കുറേ ഓവനൊക്കെ ഉണ്ട്. ഒരു ഓവനിൽ വെച്ച് നമ്മൾ നൈസായിട്ടൊരു 30 സെക്കൻഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ സാധനം നമുക്ക് ചൂടാക്കി കിട്ടും. പിന്നെ വേറൊരു കേസ്, ഞാനിപ്പോൾ ആദ്യം കാണിച്ചൊരു ഷോപ്പാട്ടോ. ആ ഷോപ്പിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്, ഫുഡൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷേ അത് വേണ്ടെന്നുണ്ട് ഇവിടെ ഫുഡ് സ്പോട്ടുണ്ട്. അതായത് ഫുഡ് കോർട്ട് എന്നാണ് പൊതുവെ പറയണത്. അപ്പോൾ ഓരോ ദിവസം പല സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ബർഗറുണ്ട്, അപ്പുറത്ത് പിസ്സയുണ്ട്, പിന്നെ ടാക്കോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇവിടെ നിന്ന് ഫുഡ് മേടിക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് സർവിങ്. അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പുറകെ കിച്ചണുള്ള കാരണം അത് അവർ അവിടെ നിന്നാണ് കുക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുഡായിട്ട് വന്നത് ഇവിടെ ഇരുന്ന് കഴിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പൊതുവെ ഇത്രയും തിരക്ക് കാണാത്തതാണ്, പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ ക്ലാസ്സിലായിട്ട് പോയി കേട്ടോ. ഇതാട്ടോ ഫോറിൻ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്.
അത്യാവശ്യം വലിയ ക്ലാസ് ആട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ആട്ടോ ഗൈസ് ടാപ്പ് ചെയ്യണം. നിങ്ങൾക്ക് സാധനം വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ നമ്മുടെ കാർഡ് വെച്ചാൽ മതി. ക്ലാസ് ഒക്കെ ഗൈസ് ഈ സിനിമ തിയേറ്റർ പോലെ ഇരിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മളത് ഇപ്പോൾ ക്യാമ്പസിലാട്ടോ ഉള്ളത്. ഇതൊരു മരത്തിൻ്റെ ചോടാട്ടോ, തീർമരം എന്താണ്. അപ്പോൾ ക്ലാസ്സിലൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ പുള്ളിക്കാരത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞ് ഫോണൊക്കെ സൈലൻ്റ് ആക്കി അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെക്കാൻ പറഞ്ഞു. എടുക്കാൻ സമ്മതിച്ചില്ല. സോ 3 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മളത് പുറത്തിറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക, അത്ര തന്നെ. ഇവിടെ നിന്ന് തന്നെ 1.5 മണിക്കൂർ യാത്രയുണ്ട്, അറിയാലോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാൻ അടുത്ത ബസ് പിടിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ എന്നാൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആട്ടോ. എല്ലാവരും അവൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇല്ല, അവിടെ നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും. നാട്ടിലത്തെ മറ്റേ കമ്മൽപ്പൂ 10 മണിപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. എവിടെ അതേപോലത്തെ ഐറ്റം ഇതവിടെ കുറേ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കണ്ടോ, ഗൈസ് ഇത് വേറെ സ്ഥലത്ത് ബസ് സ്റ്റോപ്പാണെന്ന് വെച്ചാൽ നമ്മളാ ഫോറത്തിൻ്റെ അല്ല, കുറച്ച് ഇപ്പുറത്തായിട്ട് മാറിയിട്ടുള്ള LRCൻ്റെ അങ്ങോട്ട്. പക്ഷേ ഇല്ല, ബസ് സ്റ്റോപ്പ് ഉണ്ടോ ഗൈസ്, നിറച്ചും ആൾക്കാരാണ്. പുല്ലി എല്ലാ തിരക്കാന്ന് നോക്കി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഗൈസ്. ഈ സ്ക്രീൻ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ, ഇത് പുതിയതായിട്ട് വന്ന കേട്ടോ. ഇതിനകത്ത് എല്ലാ ഇതും കൊടുത്തിട്ടുണ്ടെന്ന്. ഈ സ്ക്രീൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലുണ്ട്, പക്ഷേ ഇവിടെ പുതിയതാട്ടോ. എനിക്ക് കുറച്ച് ആൾ ക്ലാസ് ഇല്ലായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വല്ലതും വന്നതായിരിക്കും എന്തായാലേ. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമ്മുടെ ബസ് കാണാൻ പറ്റും. നമ്മുടെ ബസ് ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ടെന്നാണ് കാണിക്കണത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് കാഴ്ചയൊക്കെ കാണാം ഗൈസ്. ഇല്ല, ആകാശമൊക്കെ നോക്കി എന്ത് രസമല്ലേ. ഇപ്പോൾ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. സാധാരണ സമയത്ത് ഇത്ര വെട്ടമൊന്നും കാണാത്തതാണ്, എന്താണെന്നല്ലോ. പക്ഷേ ഈ ഒരു തണുപ്പും ഈ ഒരു സൺലൈറ്റും എന്നെ സുഖമാണെന്ന് നോക്കി. അട്ടിപ്പം ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. ഈ ഒരു സാധനം നാട്ടിലുണ്ടായിരുന്നുണ്ടല്ലോ, സൂപ്പറായേനെ. ഈ ഉച്ചക്കൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ എല്ലാവരും ചിലപ്പോൾ പണിക്ക് വരുമ്പോൾ അവർക്കും തുടങ്ങി കളയും. അതാണ് പ്രശ്നം. മറ്റേ റീലിലൊക്കെ പറയുന്ന പോലെ മഞ്ഞവെട്ടം മുഖത്തടിക്കുന്നു. അങ്ങനെ നമ്മളിത് ബസ്സിൽ കയറിയിട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ, ഫുള്ളായി. ഇതൊരു ട്രിക്കാട്ടോ ഗൈസ്. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത്ര തിരക്ക് വരത്തില്ല. ഇത് ഫോറത്തിൻ്റെ അവിടെ ആയിരിക്കും കൂടുതൽ പിള്ളേരുള്ളത്. അപ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി. കാരണം എന്ന് വെച്ചാൽ അവിടെ കയറ്റി കഴിഞ്ഞിട്ടായിരിക്കും അപ്പുറത്തോട്ട് വന്നത്. ഇപ്പോൾ സപ്പോസ് അവിടെ ഇപ്പോൾ ആൾക്കാർ മൊത്തം കയറി ഫില്ലായി കഴിഞ്ഞാൽ ബസ് ഫുള്ളെന്ന് കാണിച്ച് ബസ് പിന്നെ നിർത്തത്തില്ല, അങ്ങ് വിട്ടടിച്ചു. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇല്ലേ കാണും, എന്താ പാടാന്ന് തോന്നുന്നു. പാടല്ല, വേറെ എന്തോ പരിപാടിയാണ്. ഇവിടെ കുറേ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ട്. മറ്റേ ഈ മസ്റ്റാർഡ് ചില സീസണിലൊക്കെ നിറച്ച് മഞ്ഞ കളറിലായിരിക്കും മൊത്തം ഇങ്ങനെ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഹൈവേ ആണ്, അറിയാലോ. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് യൂണിയൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഇറങ്ങി ഇനി നമുക്ക് നേരെ ഹൈബാർണ സ്റ്റേഷനിലേക്ക് പോകാം. എന്തായാലും നല്ല രസമാണ്. ഇങ്ങനെ നടപ്പുള്ള കാരണം വിഷയമില്ല. സാധാരണ ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ക്യൂൻസ്ബറി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് 1 മണിക്കൂർ ബസ്സിലൊക്കെ ഇരിക്കുന്നു. എന്നാ ഷോകാന്നറിയോ. അത് ഈ ബസ്സിലിരിക്കാനുള്ള ഏറ്റവും വലിയ ഷോക്ക്. അത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് ഇറങ്ങി ഇനി നേരെ ഹൈബാർണറ്റ് സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്ന് നേരെ ബാങ്കിൽ പോകണം. ബാങ്കിൽ നിന്ന് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. അയ്യോ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി അതോടുകൂടി കഴിയും. ഇത് ടൂർ പോകണമല്ലേ, യൂണിവേഴ്സിറ്റിക്ക് പോകണം. എത്ര നേരം എടുക്കുമെന്ന്. അതങ്ങനെയാണ് ഗൈസ്, എന്നാ പറയാൻ. ഇപ്പോൾ നമ്മൾ പാർട്ടിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് പിന്നെയും കൂടുതലുള്ളത്. ഞാൻ കണ്ടേക്കണത് എനിക്ക് ഒന്നും കൂടി പെട്ടെന്ന് കിട്ടി. പക്ഷേ ഔട്ടർ സൈഡിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊന്നും അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് കിട്ടുന്നത്. അതും അവിടെ തന്നെയല്ല കുറേ പേർക്ക് കിട്ടിയത്. അതാണ് പറയുന്നത്, ഇപ്പുറത്തൊരു സാധനം കിട്ടുമ്പോൾ അപ്പുറത്ത് ചെറിയൊരു എന്നാ പറയുക സാക്രിഫൈസ് അതിൻ്റെ ആവശ്യം വരും. അതങ്ങനെയാണല്ലോ ഒരു നാട്ടുകിടപ്പ്. പിന്നെ അതേ നമ്മുടെ ഇതാട്ടോ അണ്ടർഗ്രൗണ്ട് ഇതിൻ്റെ താഴത്തേട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ഹൈബാർണറ്റ് ഉള്ളത്. ഹൈബാർണറ്റ് സ്റ്റേഷൻ ഉള്ളത്. ഇതിപ്പോൾ കാണുന്നത് സ്റ്റേഷൻ 2, അപ്പുറത്ത് സ്റ്റേഷൻ 3 ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ട്രെയിൻ പോയി ഗൈസ്. ഇനി നമ്മൾ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വിഷയമൊന്നുമില്ല, നമുക്ക് സമയമുണ്ട്, നമുക്ക് പയ്യെ പോയാൽ മതി. പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് വല്ല പരിപാടിയൊന്നും ഇല്ല. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണമല്ലേ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. വിഷയമൊന്നുമില്ല. അയ്യോ, അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി ഗൈസ്. ട്രെയിൻ കിട്ടി നമ്മൾ ബാങ്കിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് എൻ്റെ വീട്ടിലുള്ള DLR കയറി ഗൈസ്. ഈ DLR എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊക്കത്തൂടി പോകണം കേട്ടോ, ഓവർഗ്രൗണ്ടാണ്. അതിൽ കണ്ടില്ലേ, നമ്മൾ അത്യാവശ്യം മേളിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ നല്ല രസമാണ്. എനിക്ക് ഈ അണ്ടർഗ്രൗണ്ടിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ് ഇങ്ങനത്തെ ട്രെയിനിൽ പോകാൻ, അതായത് ഓവർഗ്രൗണ്ട്. അതിൻ്റെ വ്യൂ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം പൊക്കത്തെ പരിപാടിയെല്ലാം കാണുകയും ചെയ്യാം. വലിയ ഗ്ലാസ്സാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. മറ്റേന്ന് പറയണത് എന്നാ ഒരു ഗുഹക്കുള്ളിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും, മൊത്തം ഇരുട്ട്. ചുമ്മാ ഇത് നമുക്കല്ലേ കാഴ്ചയൊക്കെ കണ്ട് നൈസായിട്ട് അങ്ങ് പോവാം.
പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത്ര യാത്രയൊക്കെ ഉള്ളത് കുറച്ച് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടിട്ടൊക്കെ പോകും. കാരണം എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ റേഞ്ചും തേങ്ങയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇൻസ്റ്റ ഇതൊന്നും തോണ്ടാനും പറ്റത്തില്ല. അത് കാരണം വല്ല സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന് അങ്ങനെ കാണാം. 1 മണിക്കൂറോളം ഉണ്ടല്ലോ, അപ്പോൾ തിരിച്ച് വരുമ്പോഴും കാണാം. അപ്പോൾ ഒരു സിനിമ ഫുൾ തീരും. ഞാനിങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. അങ്ങനെ നമ്മളിത് ട്രെയിനൊക്കെ വന്നു. ഇത് കിണറ് വാർഫാട്ടോ ഗൈസ്. മറ്റേ എന്നാ പറയണേ, ബിസിനസ് ഹബ്ബൊക്കെ കുടികൊള്ളുന്ന ഒരു സ്ഥലം എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ലണ്ടനിൽ തന്നെയാണ്. സോൺ 2 ആട്ടോ ഗൈസ്. എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞ് തരത്തില്ല, അത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറയുകയില്ല, ബിക്കോസ് അറിയാലോ ഡ്യൂ ടു സം പ്രൈവസി ഇഷ്യൂസ്. സോ പക്ഷേ ചിലവർക്ക് മനസ്സിലാവും, ഞാൻ കാണിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് സ്പോട്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സ്ഥലമൊന്നും കാണിക്കുന്നില്ല, ഇനി വീട്ടിൽ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.